നമസ്കാരം. ദുബായിലൂടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും ഇതൊന്ന് കേൾക്കണേ. നോൾ കാർഡ് ടാപ്പ് ചെയ്യാതെ യാത്ര ചെയ്യുന്ന ബിരുദന്മാരെ കൈയോടെ പിടികൂടാനുള്ള നൂതന സംവിധാനവുമായി RTA റെഡിയായി കഴിഞ്ഞു. ഇത്തരം വെട്ടിപ്പ് തടയുന്നതിനായി പുതിയ ഓട്ടോമേറ്റഡ് പാസഞ്ചർ കൗണ്ടിംഗ് അഥവാ APC സംവിധാനം നടപ്പിലാക്കാൻ പോകുന്നു. ബസ്സിൽ കയറുന്ന യാത്രക്കാരുടെ എണ്ണം സെൻസറുകളുടെ സഹായത്തോടെ കണക്കിലാക്കുന്ന സംവിധാനമാണിത്. നിലവിൽ ബസ്സിൽ കയറുമ്പോഴും പുറത്തു പോകുമ്പോഴും തങ്ങളുടെ നോൾ കാർഡ് ടാപ്പ് ചെയ്ത് ടിക്കറ്റ് നിരക്ക് ഓൺലൈനായി നൽകുന്ന രീതിയാണല്ലോ ദുബായിലെ RTA ബസ്സിലുള്ളത്. പക്ഷേ ടിക്കറ്റ് ഫെയർ നൽകിയോ എന്ന് പരിശോധിക്കാൻ ബസ്സിൽ സംവിധാനമില്ലാത്തത് കൊണ്ട് തന്നെ തട്ടിപ്പുകാരെ കണ്ടെത്തുക എളുപ്പമല്ല. RTA ഇൻസ്പെക്ടർമാർ ഇടയ്ക്കിടെ നടത്തുന്ന മിന്നൽ പരിശോധനയിൽ മാത്രമേ ഇവർ കുടുങ്ങുകയുള്ളൂ. നിലവിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താൽ 200 ദിർഹമാണ് പിഴ. കഴിഞ്ഞ ഏപ്രിലിൽ RTA നടത്തിയ 6 ദിവസത്തെ പരിശോധനയിൽ മാത്രം 1193 യാത്രക്കാർ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് പിടിയിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷവും അടുത്ത വർഷവുമായി RTA നിരത്തിലിറക്കുന്ന 636 പുതിയ ബസ്സുകളിൽ യാത്രക്കാരുടെ എണ്ണം എടുക്കുന്ന APC സംവിധാനം സ്ഥാപിക്കും. 40 ഇലക്ട്രിക് ബസ്സുകൾ, ഉയർന്ന ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾക്കായി 146 ഡബിൾ ഡെക്കർ ബസ്സുകൾ, 450 സിറ്റി സർവീസ് ബസ്സുകൾ എന്നിവയിലാണ് ആദ്യഘട്ടത്തിൽ ഇത് സ്ഥാപിക്കുന്നത്. യാത്രക്കാർ ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും APC സംവിധാനം നിരീക്ഷിക്കുകയും അവരുടെ എണ്ണം എടുക്കുകയും ചെയ്യും. കൗണ്ടിംഗ് സെൻസറുകൾ വാതിലിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരെ തൽക്ഷണം കൃത്യമായി കണ്ടെത്തും. ബസ്സിലെ ആളുകളുടെ എണ്ണവും അവരുടെ നോൾ കാർഡുകൾ ടാപ്പ് ചെയ്ത് യാത്രാക്കൂലി നൽകിയവരുടെ എണ്ണവും താരതമ്യം ചെയ്ത് എത്ര പേർ ടിക്കറ്റ് എടുക്കാത്തവരായി ഉണ്ടെന്ന തത്സമയ റിപ്പോർട്ട് ലഭിക്കും. അങ്ങനെ അത്തരം ബസ്സുകൾ കണ്ടെത്തി പരിശോധിക്കാൻ ഇൻസ്പെക്ടർമാർക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ടിക്കറ്റ് എടുക്കാത്തത് പരിശോധിക്കുന്നതിന് പുറമെ യാത്രക്കാരുടെ സാന്ദ്രത മനസ്സിലാക്കി ഏത് ലൈനുകളിൽ ഏത് സമയത്താണ് ബസ്സുകൾ കൂടുതൽ വേണ്ടത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ഈ പുതിയ സംവിധാനത്തിലൂടെ സാധിക്കും. ഇത്തരത്തിൽ പരിചയമുള്ള ബിരുദന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ.